ഞാനിപ്പോൾ എടുത്തേക്കുന്ന ബിറ്റ്കോയിൻ്റെ 4 ഹവർ ടൈം ഫ്രെയിമിലെ ചാർട്ടാണ്. ആൻഡ് കഴിഞ്ഞ വീക്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന എന്തൊക്കെ മൂവ്മെൻറ്റ്സ് ആണ് നടന്നിട്ടുള്ളത്. ആൻഡ് നെക്സ്റ്റ് വീക്കിലോട്ട് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന എൻ്റെ മൂവ്മെൻറ്റ്സും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് നേരെ ചാർട്ടിലോട്ട് പോകാം. ഞാനിപ്പോൾ 4 ഹവർ ടൈം ഫ്രെയിമിലെ ചാർട്ടാണ് എടുത്തേക്കുന്നത്. എൻ്റെ ഇവിടെ നോക്കുവാണെങ്കിൽ പ്രൈസ് നമ്മൾ കഴിഞ്ഞ വീക്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഡെയിലി ടൈം ഫ്രെയിമിൽ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലോട്ട് പ്രൈസ് വരും എന്നുള്ളതാണ് ഞാൻ കഴിഞ്ഞ വീക്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരു ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് നോക്കുവാണെങ്കിൽ പ്രൈസ് ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലോട്ട് വന്നിട്ടില്ല. പ്രൈസ് അവിടെ ജസ്റ്റ് ഒന്ന് കൺസോളിഡേറ്റ് ചെയ്യുകയാണ് അവിടെ കാണുന്നത്. ആൻഡ് പ്രൈസ് ഇവിടെ നോക്കുവാണെങ്കിൽ നമ്മൾ ഈ ഒരു ഏരിയ എന്നാണ് നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഡൗൺ ആവുന്നത്. വീണ്ടും പ്രൈസ് ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്ത് ഓൾമോസ്റ്റ് ഒരു 1,23,000 എന്ന് പറഞ്ഞ ഒരു പ്രൈസ് ലെവലിലോട്ട് പ്രൈസ് എത്തിയതിന് ശേഷം വീണ്ടും നമ്മുടെ ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ അടുത്ത് വരെ പ്രൈസ് വന്നതിന് ശേഷം വീണ്ടും പോയി അതിൻ്റെ പ്രൈസ് അവിടെ തന്നെ കിടന്ന് ജസ്റ്റ് ഒന്ന് കൺസോളിഡേറ്റ് ചെയ്യുകയാണ്. ആൻഡ് അവിടെ ഒരുപാട് ലിക്വിഡിറ്റീസും കാര്യങ്ങളും പ്രൈസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ ഒരുപാട് ബയേഴ്സ് ആക്റ്റീവായി ബൈ ചെയ്ത് അവിടുത്തെ ഒരുപാട് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ സ്റ്റോപ്പ് ലോസും കാര്യങ്ങളും ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ തന്നെയായിരിക്കും മോസ്റ്റ്ലി ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലോട്ടൊരു ഡൗൺ മൂവ്മെൻറ്റ് നമുക്ക് മോസ്റ്റ്ലി എക്സ്പെക്റ്റ് ചെയ്യാം നെക്സ്റ്റ് ബിറ്റ്കോയിൻ്റെ ഒരു മൂവ്മെൻറ്റ്സും കാര്യങ്ങളും. ആൻഡ് അതുപോലെ തന്നെ 4 ഹവർ ടൈം ഫ്രെയിമിൽ നോക്കുവാണെങ്കിൽ ഇവിടെ നമുക്കൊരു ട്രയാങ്കിൾ പാറ്റേൺ നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ നോക്കുവാണെങ്കിൽ ഒരു ട്രയാങ്കിൾ പാറ്റേൺ നമുക്ക് ഇങ്ങനെ ഫോം ആവുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു സപ്പോർട്ടായിട്ടുള്ള ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്താൽ ഫസ്റ്റ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് തന്നെയാണ്. ആൻഡ് അവിടെ നിന്നും പ്രൈസ് റിജക്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ വീണ്ടും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ വീക്ക് പോലെ പറയാൻ തുടങ്ങിക്കൊണ്ടിരുന്ന ആ ഒരു നെക്സ്റ്റ് സപ്പോർട്ടായിട്ട് ടാപ്പ് ചെയ്തുകൊണ്ടിരുന്ന ഓൾമോസ്റ്റ് ഒരു 1,12,000 റേഞ്ച് മുതൽ 1,11,700 എന്ന് പറഞ്ഞ ആ ഒരു സപ്പോർട്ട് ഏരിയയിലോട്ട് തന്നെയാണ് ഞാൻ നെക്സ്റ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഈ റെസിസ്റ്റൻസ് ട്രെൻഡ് ലൈനാണ് പ്രൈസ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ നെക്സ്റ്റ് വീണ്ടും ഒരു ഓൾ ടൈം ഹൈ ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഈ ഒരു രണ്ട് മൂവ്മെൻറ്റ്സും കാര്യങ്ങളാണ് നെക്സ്റ്റ് വീക്കിലോട്ട് ഞാൻ ബിറ്റ്കോയിനിൽ എക്സ്പെക്ട് ചെയ്യുന്നത്. ആൻഡ് ഇനി നമുക്ക് ഗോൾഡിൻ്റെ നെക്സ്റ്റ് വ്യൂസും കാര്യങ്ങളും നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഗോൾഡിൻ്റെ 4 ഹവർ ടൈം ഫ്രെയിമിൽ ചാർട്ട് എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ വീക്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന എന്തൊക്കെ മൂവ്മെൻറ്റ്സും കാര്യങ്ങളാണ് നടന്നിട്ടുള്ളത് നമുക്ക് ആദ്യം നോക്കാം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഈ ഒരു ഏരിയ എന്നാണ് ഞാൻ ഫസ്റ്റിൽ കഴിഞ്ഞ വീക്കിൽ ഞാൻ വീഡിയോ ചെയ്തത്. ആൻഡ് ഇവിടുന്ന് പ്രൈസ് റിജക്റ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് എക്സ്പെക്ട് ചെയ്യാൻ പറയുന്ന ഈ ഒരു സപ്പോർട്ട് ഏരിയ ഒരു 2 വീക്കായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു സപ്പോർട്ട് ഏരിയ ഓൾമോസ്റ്റ് ഒരു 3,300 മുതൽ 3,295 എന്ന് പറഞ്ഞ ആ ഒരു സപ്പോർട്ട് ഏരിയയിലോട്ടുള്ള മൂവ്മെൻറ്റ്സും കാര്യങ്ങളും ആയിരിക്കും. അതല്ല പ്രൈസ് ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് എക്സ്പെക്ട് ചെയ്യാമെന്ന് പറഞ്ഞേക്കണം നെക്സ്റ്റ് റെസിസ്റ്റൻസ് ആയിട്ടുള്ള 3,401 മുതൽ 3,392 എന്ന് പറഞ്ഞ ആ ഒരു റെസിസ്റ്റൻസ് ഏരിയയിലോട്ടായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പ്രൈസ് ഇവിടെ നിന്ന് പറഞ്ഞ പോലെ തന്നെ റിജക്ട് ചെയ്തു. ആൻഡ് നമ്മൾ പറഞ്ഞ ആ ഒരു ഏരിയയുടെ തൊട്ടടുത്ത് വരെ എത്തി പ്രൈസ് അവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് വീണ്ടും അപ്സൈഡിലോട്ട് പോയിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് വീക്കിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യണ ഈ ഒരു സെയിം മൂവ്മെൻറ്റ്സും കാര്യങ്ങളാണ് കഴിഞ്ഞ വീക്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന എക്സാക്ട്ലി ആ സെയിം മൂവ്മെൻറ്റ്സും കാര്യങ്ങളും. ഈ ഒരു റെസിസ്റ്റൻസ് ആണ് പ്രൈസ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ നെക്സ്റ്റ് റെസിസ്റ്റൻസ് ആയിട്ടുള്ള ആ ഒരു ഏരിയ വരെയും ആൻഡ് അതുപോലെ തന്നെ ഇവിടുന്ന് പ്രൈസ് റിജക്റ്റ് ചെയ്യുവാണെങ്കിൽ നെക്സ്റ്റ് സപ്പോർട്ടായിട്ടുള്ള ആ ഒരു ഏരിയ വരെ ഈ രണ്ട് മൂവ്മെൻറ്റ്സും കാര്യങ്ങളാണ് ഞാൻ നെക്സ്റ്റ് വീക്കിലോട്ട് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഗോൾഡിൽ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാർട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. പ്രീവിയസിനായിട്ട് സംഭവിച്ചിട്ടുള്ള ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാർട്ട് അസെൻഡിങ് ബോഡി വെഡ്ജ് എന്ന് പറയുന്ന ഒരു പാറ്റേൺ നമുക്കിവിടെ കാണാൻ പറ്റും. പ്രീവിയസ് ആയിട്ട് ഇവിടെ നോക്കുവാണെങ്കിൽ ഇങ്ങനൊരു പാറ്റേൺ ഇവിടെ ഫോം ആയിട്ടുണ്ട്. നോക്കുവാണെങ്കിൽ ഇതിൻ്റെ റെസിസ്റ്റൻസ് ആയിട്ടുള്ള ഒരു ട്രെൻഡ് ലൈൻ ആണിത്. അതുപോലെ തന്നെ സപ്പോർട്ടായിട്ടുള്ള ഒരു ട്രെൻഡ് ലൈൻ ആണ് ഇത്. ഓക്കെ, ഇവിടെ നോക്കുവാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു നല്ല രീതിയിൽ തന്നെ റെസിസ്റ്റൻസും സപ്പോർട്ടും എടുത്ത് മൂവ് ചെയ്തുകൊണ്ടിരുന്ന ഈ ഒരു അസെൻഡിങ് ബോഡിയും വെഡ്ജ് എന്ന് പറഞ്ഞ ഈ ഒരു പാറ്റേൺ ആണിത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പാറ്റേൺ എന്ന് പറഞ്ഞ ഒരു ട്രെൻഡ് കണ്ടിന്യൂഷൻ ആണ് പോകുന്നത്. ഇപ്പോൾ അപ്സൈഡിൽ ഒരു അപ് ട്രെൻഡാണ് നടക്കുന്നതെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്ത് പോകാനുള്ള ഒരു മൂവ്മെൻ്റ് ആണ് ഈ ഒരു അസെൻഡിങ് ബോഡിയും വെഡ്ജ് എന്ന് പറഞ്ഞ ഒരു പാറ്റേൺ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പ്രീവിയസ് ആയിട്ട് ഈ ഒരു പാറ്റേൺ വന്നപ്പോൾ സംഭവിച്ചിട്ടുള്ള ഇതിൻ്റെ റെസിസ്റ്റൻസ് ആയിട്ടുള്ള ഒരു നെക്ക് ലൈൻ പ്രൈസ് ബ്രേക്ക് ചെയ്തു. അതിൻ്റെ നല്ലൊരു അപ്സൈഡിലോട്ടുള്ളൊരു മൊമെൻറ്റം ആണ് പ്രൈസ് തന്നേക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ കറൻ്റ്ലി നിൽക്കുന്ന ഈ ഒരു പ്രൈസ് റേഞ്ച് നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ നമുക്കൊരു അസെൻഡിങ് ബോഡി വെഡ്ജ് പാറ്റേൺ നമുക്ക് ക്രിയേറ്റ് ആവുന്നതായിട്ട് കാണാൻ പറ്റും. അതിൻ്റെ റെസിസ്റ്റൻസ് ആയിട്ടുള്ള ആ ഒരു ട്രെൻഡ് ലൈൻ പ്രൈസ് ബ്രേക്ക് ചെയ്തതായിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, നമുക്കിവിടെ നോക്കാം. ഇതൊരു റെസിസ്റ്റൻസ് ആയിട്ടുള്ള ഈ ഒരു ട്രെൻഡ് ലൈൻ അതുപോലെ തന്നെ അസെൻഡിങ് ബോഡി വെഡ്ജിൻ്റെ സപ്പോർട്ടായിട്ടുള്ള ഈ ഒരു ട്രെൻഡ് ലൈൻ ആണ് ഇത്. ഓക്കെ, ആൻഡ് ഇപ്പോൾ പ്രൈസ് കറൻ്റ്ലി നോക്കുവാണെങ്കിൽ ഈ ഒരു റെസിസ്റ്റൻസ് ആയിട്ടുള്ള ഈ ഒരു ട്രെൻഡ് ലൈൻ പ്രൈസ് ബ്രേക്ക് ചെയ്തു. ആൻഡ് ഇവിടുന്ന് നമുക്ക് നല്ലൊരു കൺഫർമേഷൻ നല്ലൊരു ക്യാൻഡിൽ കിട്ടുവാണെങ്കിൽ നമുക്ക് നല്ലൊരു മൊമെൻറ്റം ഇവിടുന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ബേസ്ഡ് ഓൺ ദിസ് പ്രീവിയസ് ആയിട്ട് നോക്കുവാണെങ്കിൽ ഈ ഒരു അസെൻഡിങ് ബോഡിയും വെഡ്ജ് എന്ന് പറഞ്ഞ ഈ ഒരു പാറ്റേൺ വന്നപ്പോൾ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? നല്ലൊരു മൊമെൻറ്റം നമുക്ക് ഇവിടുന്ന് കിട്ടി. ആൻഡ് ഇപ്പോൾ കറൻ്റ്ലി നോക്കുവാണെങ്കിൽ ഈ ഒരു സെയിം പാറ്റേണും കാര്യങ്ങളും തന്നെയല്ല ഇവിടെ വന്നിരിക്കുന്നത്.
ആൻഡ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു സെയിം മൂവ്മെന്റ്സും കാര്യങ്ങളുമാണ് ഏത് മാർക്കറ്റ് എടുത്താലും. ഇപ്പോൾ ക്രിപ്റ്റോ ആയാലും ഫോറക്സ് ആയാലും സ്റ്റോക്ക് ആയാലും ഏത് എടുത്തു കഴിഞ്ഞാലും പ്രീവിയസ് മൂവ്മെന്റ്സിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും അതിൻ്റെ ഫ്യൂച്ചറിലോട്ടുള്ള ഒരു മൂവ്മെന്റ്സും കാര്യങ്ങളും ഉണ്ടാകുന്നത്. അപ്പോൾ പ്രീവിയസ് ആയിട്ട് നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു പോളിംഗ് ബഡ്ജ് പാറ്റേൺ ഉണ്ടായിട്ടുണ്ട്. ആൻഡ് ഇനി നെക്സ്റ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു സെയിം മൂവ്മെന്റ്സും കാര്യങ്ങളും തന്നെയായിരിക്കും. ഇതിൻ്റെ ടാർഗറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് ഇതിൻ്റെ സപ്പോർട്ടായിട്ടുള്ള ഈ ഒരു ട്രെൻഡ് ലൈൻ മുതൽ ഈ ഒരു റെസിസ്റ്റൻസ് ആയിട്ടുള്ള ഒരു ട്രെൻഡ് ലൈൻ വരെ നമ്മൾ വരച്ച് നോക്കുവാണെങ്കിൽ നെക്സ്റ്റ് ടാർഗറ്റും കാര്യങ്ങളും വരുന്ന ഓൾമോസ്റ്റ് ഒരു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഈ ഒരു നെക്സ്റ്റ് റെസിസ്റ്റൻസ് ആയിട്ടുള്ള ആ ഒരു ഏരിയയിലോട്ട് തന്നെ 3392 എന്ന് പറഞ്ഞ ആ ഒരു ഏരിയയിലോട്ട് തന്നെയാണ് നെക്സ്റ്റ് ടാർഗറ്റും കാര്യങ്ങളും വരുന്നത്. ആൻഡ് നിങ്ങൾ ഓരോ ചാർട്ടും നോക്കി ഇങ്ങനെ പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, നെക്സ്റ്റ് ഗോൾഡിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് നല്ലൊരു മൂവ്മെന്റ്സും കാര്യങ്ങളും തന്നെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമുക്ക് എന്തൊക്കെ ന്യൂസും കാര്യങ്ങളുമാണ് അടുത്ത വീക്കിലോട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ വരെ നമുക്ക് യാതൊരു ന്യൂസും കാര്യങ്ങളും USDയിലോ മറ്റ് കറൻസി പെയറിലോ ഒന്നും തന്നെ വരുന്നില്ല. മേജറായിട്ടുള്ള തേഴ്സ്ഡേ നോക്കുവാണെങ്കിൽ നല്ല വോളറ്റിലിറ്റി ആയിട്ടുള്ളൊരു ദിവസമാണ്. അവിടെ നല്ല ന്യൂസും കാര്യങ്ങളുണ്ട്. യൂറോ ആണെങ്കിലും USD ആണെങ്കിലും GBP ആയാലും ഹൈ ബാക്ക്ഡോട്ടറോ ഒരുപാട് ന്യൂസും കാര്യങ്ങളുണ്ട്. നോക്കുവാണെങ്കിൽ USD 6 PM USDയുടെ അൺഎംപ്ലോയ്മെൻറ്റ് ക്ലെയിംസ് എന്ന് പറഞ്ഞൊരു നല്ലൊരു ഹൈ ഇമ്പാക്ട് ന്യൂസ് ഉണ്ട്. അതുപോലെ തന്നെ 7:50 PM USDയിൽ ഫ്ലാഷ് മാനുഫാക്ചറിങ് PMI എന്ന് പറഞ്ഞൊരു ഹൈ ഇമ്പാക്ട് ന്യൂസും അതുപോലെ തന്നെ ഫ്ലാറ്റ് സർവീസ് PMI എന്ന് പറഞ്ഞ ഒരു ഹൈ ഇമ്പാക്ട് ന്യൂസും 7:50 PM ആൻഡ് ഈ ഒരു 3 ന്യൂസും കാര്യങ്ങളും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ആ ദിവസം നല്ല വോളറ്റിലിറ്റിയും കാര്യങ്ങളും ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്രയാണ് നമുക്ക് അടുത്ത വീക്കിലോട്ടുള്ള നെക്സ്റ്റ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന മൊമെന്റ്സും കാര്യങ്ങളും അതുപോലെ തന്നെ നെക്സ്റ്റ് ന്യൂസും കാര്യങ്ങളും. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. അടുത്തൊരു അടിപൊളി വീഡിയോയിൽ പിന്നെ കാണാം.